അമേരിക്കയിലെ ഡീപ് സ്റ്റേറ്റ് ശക്തികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തലയ്ക്കുമീതെ വട്ടമിട്ട് പറക്കുകയാണ്. ഏത് നിമിഷം വേണമെങ്കിലും അദ്ദേഹത്തിന് നേരെ ഒരു അറ്റാക്ക് ഉണ്ടാകാനുള്ള സാധ്യത ഇവിടെ തള്ളിക്കളയാൻ കഴിയില്ല എന്നതാണ് സമീപ ദിവസങ്ങളിലായി തന്നെ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കാരണം ഏകദേശം ഒരു വർഷമായിട്ട് അമേരിക്കയിലെ ഡീപ് സ്റ്റേറ്റ് ശക്തികൾ മോദി സർക്കാരിനെ അട്ടിമറിക്കാൻ വമ്പൻ പദ്ധതികൾ തയ്യാറാക്കുന്നതായി തന്നെ ഇപ്പോൾ ചില വിവരങ്ങൾ, ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇതിന് അനുസൃതമായി തന്നെ അല്ലെങ്കിൽ ഇതിനാസ്പദമായി തന്നെ വാട്സാപ്പിലൂടെ ഒരു സന്ദേശം അത് വ്യാപകമായി തന്നെ പ്രചരിക്കുകയും പങ്കുവയ്ക്കപ്പെടുകയും ചെയ്തതായി തന്നെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇംഗ്ലീഷിൽ പ്രചരിക്കുന്ന ഈ സന്ദേശത്തിന്റെ ഉറവിടം എവിടെ നിന്നാണ് അല്ലെങ്കിൽ ആരാണ് ഇതിന്റെ പിന്നിലെന്നതിൽ ഇതുവരെയും അറിവായിട്ടില്ല. ഇന്ത്യയിൽ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുവാനും മോദി സർക്കാരിനെ അട്ടിമറിക്കുവാനും US സർക്കാരിലെ ഒരു വിഭാഗം ഉത്തരവുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്നതാണ് പറയപ്പെടുന്നത്. രാജ്യം അപകടത്തിലാണ്. 24 മണിക്കൂറിനുള്ളിൽ ഓരോ ഇന്ത്യക്കാരനിലും താഴെ പറയുന്ന വിവരങ്ങൾ എത്തണമെന്നും ഈ സന്ദേശത്തിലൂടെ തന്നെ എടുത്തു പറയുകയാണ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഇതാകട്ടെ ഓപ്പറേഷൻ 37 എന്നൊരു കോഡ് നാമത്തിലൂടെ തന്നെയാണ് അറിയപ്പെടുന്നത്. അതായത് രാജ്യത്തിന്റെ ശത്രുക്കളും രാജ്യദ്രോഹികളും ചേർന്ന് നടത്തുന്ന ഓപ്പറേഷൻ 37 എന്ന പദ്ധതി മോദി സർക്കാരിനെ അട്ടിമറിക്കാൻ ആരംഭിച്ചിരിക്കുന്നതാണ് എന്നതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല ഇത്തരത്തിലൊരു പദ്ധതി ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നതായും വ്യക്തമാക്കുന്നുണ്ട്. കുറഞ്ഞത് 37 BJP MLA-മാരെങ്കിലും സർക്കാരിൽ നിന്നും ഭിന്നിപ്പിച്ച് BJPയെ വിഭജിക്കുക എന്നതാണ് രാജ്യവിരുദ്ധ ശക്തികളായ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിന്റെ പദ്ധതി എന്നതാണ് പറയപ്പെടുന്നത്. ശ്രീലങ്ക, ബംഗ്ലാദേശ്, നേപ്പാൾ എന്നിവിടങ്ങളിൽ എല്ലായിടത്തും തന്നെ ഈയിടെ തന്നെ ഭരണമാറ്റം ഉണ്ടായത് അമേരിക്കയിലെ ഡീപ് സ്റ്റേറ്റ് ശക്തികളുടെ ആ ഒരു ചലനം തന്നെയാണ് എന്നും വ്യക്തമാക്കുന്നു. അമേരിക്കയിലെ ചില സമ്പന്ന ബിസിനസ് കുടുംബങ്ങൾ, രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കൾ, അതുപോലെ തന്നെ ആയുധ കച്ചവട കമ്പനികളുടെ പ്രതിനിധികൾ, അമേരിക്കൻ ചാരസംഘടനയുടെ പ്രതിനിധികൾ തുടങ്ങി ശക്തരായ വലിയൊരു സംഘം ഉൾപ്പെട്ട സമാന്തര അധികാര വ്യവസ്ഥയായാണ് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് അല്ലെങ്കിൽ അതിനെ അങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്. അതേസമയം മോദിയെ പുറത്താക്കാൻ US ചാരസംഘടനയായ CIA-ക്കും ഡീപ് സ്റ്റേറ്റിനും 12 മാസം സമയം നൽകിയിട്ടുണ്ട് എന്നതാണ് ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇരുവരും ഈ രണ്ട് സംഘടനകൾ ചേർന്നുകൊണ്ടാണ് മോദിക്കെതിരെ അല്ലെങ്കിൽ മോദി സർക്കാരിനെ അട്ടിമറിക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നത്. ജാതിയുടെയും പ്രാദേശിക വ്യത്യാസത്തിന്റെയും അടിസ്ഥാനത്തിൽ ആളുകളെ അവിടെ ഭിന്നിപ്പിക്കുവാനും വ്യാജ പ്രസ്ഥാനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് തന്നെ പൊതുസമാധാനം തകർക്കുവാനും കള്ളവോട്ട് പോലുള്ള തെറ്റായ ആരോപണങ്ങൾക്ക് ഒരു ഒഴിവായി തന്നെ അല്ലെങ്കിൽ ഒഴിവ് കഴിവായി തന്നെ ഉപയോഗിക്കുവാനും രാജ്യദ്രോഹികൾ ഇതിനോടകം തന്നെ ഒരു പദ്ധതി ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഉപരാഷ്ട്രപതി ആയിരിക്കെ തന്നെ രാജിവെച്ച ജഗദീപ് ധൻഖറിന്റെ കേസ് ഇതിനൊരു ഉദാഹരണമായി തന്നെയാണ് ഇപ്പോൾ വാട്സാപ്പ് സന്ദേശത്തിലൂടെ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല കുറഞ്ഞത് 37 BJP MP-മാരെയെങ്കിൽ പോലും ഭിന്നിപ്പിച്ചുകൊണ്ട് BJPയെ വിഭജിക്കുക എന്നതാണ് അവരുടെ പ്രധാന ലക്ഷ്യമായി തന്നെ പറയപ്പെടുന്നത്. ചിലപ്പോൾ ഭരണഘടനയുടെ പേരിൽ ചില രീതിയിൽ അവിടെ സംവരണത്തിന്റെ പേരിൽ പോലും ചിലപ്പോൾ കാർഷിക നേതാക്കളുമായി തന്നെ കൂടിയാലോചന നടത്തി രാജ്യത്തിനകത്ത് കലാപം സൃഷ്ടിക്കാൻ ശ്രമിക്കുക, അങ്ങനെ ചില രീതിയിൽ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി, കേജ്രിവാൾ തുടങ്ങിയ പ്രതിപക്ഷ പാർട്ടികളിലെ ചില നേതാക്കൾ ഡീപ് സ്റ്റേറ്റ് ശക്തികളുടെ പ്രതിനിധികളാണ് എന്ന് നേരത്തെ തന്നെ ധാരാളം വാർത്തകളടക്കം പുറത്തു വന്നിരുന്നു. ലിംഗമത പ്രസ്ഥാനങ്ങളെ കലാപത്തിന് പ്രേരിപ്പിച്ചും അവർ സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്ന് ഈ വാട്സപ്പ് സന്ദേശത്തിലൂടെ എടുത്തു പറയുകയാണ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ആസൂത്രിതമായ ചില കലാപങ്ങൾ അതോടൊപ്പം തന്നെ ഈ പുറത്തു വന്ന വാട്സാപ്പ് സന്ദേശത്തിലൂടെ തന്നെ ഇതിനായി തന്നെ ആസൂത്രിതമായ നീക്കങ്ങൾ നടക്കുന്നതായിട്ടുള്ള വിലയിരുത്തലാണ് പുറത്തു വന്നിരിക്കുന്നത്. കൗമാരക്കാരുടെ കലാപമാണ് ബംഗ്ലാദേശിലും ശ്രീലങ്കയിലും നേപ്പാളിലും അടക്കം സർക്കാരിനെ അട്ടിമറിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ അതിന് സമാനമായ രീതിയിൽ ഇവിടെ ഇന്ത്യയിലും അത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ നടക്കുവാനും അതുപോലെ മോദി സർക്കാരിനെ അട്ടിമറിക്കുവാനുമുള്ള ശ്രമങ്ങളാണ് ഇതിലൂടെ നടത്തി വരുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.